ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. അപ്പോൾ നമ്മുടെ CHSL 2024 റിസൾട്ട്, ഫൈനൽ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കട്ട് ഓഫ് എത്രയാണെന്നുള്ളൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി പഠിക്കുന്നവർ CHSL ഇനി 2025 വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ എത്രത്തോളം മാർക്ക് മേടിക്കുന്നവർ മാത്രമേ ഈ ഒരു എക്സാം ക്വാളിഫൈ ആവൂ എന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കി പോവുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ +2 യോഗ്യതയിൽ എഴുതാൻ പറ്റുന്ന എക്സാം ആയിട്ടുള്ള SSCയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷനായ CHSLന്റെ റിസൾട്ട് ആണ് ഔട്ട് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റും PDF എല്ലാം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. അതിൽ കയറി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ടയർ 1 കഴിഞ്ഞിട്ട് ടയർ 2 കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ടയർ 2ലേക്ക് 39,835 പേരാണ് സെലക്ട് ആയിട്ടുള്ളത് കേട്ടോ. 39,000+ ആൾക്കാർ സെലക്ട് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു CHSL എക്സാം ടയർ 2ലേക്ക് ക്വാളിഫൈ ആയ ആൾക്കാർ. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു റിസൾട്ടിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ 27,000 പേര്, 39,000 പേര് സെലക്ട് ആയിട്ടുണ്ടെങ്കിലും 27,000 പേര് മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, പോസ്റ്റ് പ്രിഫറൻസ് വെച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാലോ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾക്ക് ഡ്യൂട്ടി കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് എന്ത് വരുന്നത്, നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ അതിൽ 27,000 പേരെ കട്ട് ഓഫിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, പോസ്റ്റ് പ്രിഫറൻസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 18/11 എക്സാം നടന്നത്. പിന്നെ എന്തായിരുന്നു, നമുക്കറിയാം സെക്ഷൻ 2 എന്ന് പറഞ്ഞ എന്തുണ്ട്, സെക്ഷൻ 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, CHSL ഓരോ എക്സാം ഘട്ടങ്ങളുണ്ട്. അതിൽ മൊഡ്യൂൾ 1 ആയിരുന്നു കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്. അപ്പോൾ അതിൽ നിങ്ങൾ പാസ്സാവണമായിരുന്നു. അതുപോലെ തന്നെ ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ഉണ്ട്, ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റും കമ്പ്യൂട്ടർ ടെസ്റ്റുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് സെക്ഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ മാത്രമേ നമ്മുടെ ഒറിജിനൽ മാർക്ക്, ടോട്ടൽ മാർക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അനലൈസ് ചെയ്യാൻ പാടുള്ളൂ ആയിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ കൊടുത്തിരിക്കുന്ന മാർക്ക് കണ്ടോ, കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റിന്റെ ടോട്ടൽ മാർക്സ് ആണ്. എത്ര ഓരോ കാറ്റഗറി ആൾക്കാരും എത്ര മാർക്ക് മിനിമം മേടിക്കണം എന്നുള്ളൊരു കാര്യം ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം മാർക്ക് എത്രയായിരുന്നു, 45 മാർക്കിനാണ് കമ്പ്യൂട്ടർ കണ്ടക്ട് ചെയ്തത്. 45 മാർക്കിനാണ് കണ്ടക്ട് ചെയ്തത്. കാറ്റഗറി വൈസ് കട്ട് ഓഫ് ഇവിടെ തന്നിട്ടുണ്ട്. UR കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 13.5 മാർക്ക് കിട്ടിയവർക്കും, അതേപോലെ നമ്മുടെ OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 11.25 മാർക്ക് കിട്ടിയവരെ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലൊരു മിനിമം കട്ട് ഓഫ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതലുള്ളവരെ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. SCക്ക് 9, STക്ക് 9, എക്സ് സർവീസ് മാൻ 9, OH, HH, VH കാറ്റഗറി PWD കാൻഡിഡേറ്റ്സിന് 9 വന്നിട്ടുള്ളത് കേട്ടോ. EWSും OBCക്കും 11.25, URന്റെ 13.5 ആണ് ഈ ഒരു കമ്പ്യൂട്ടറിന്റെ ക്വാളിഫയിങ് മാർക്സ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതലുള്ളവർ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടാവും. എന്തായാലും ഇത്രയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഇതിന് വേണ്ടിയായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ടൈപ്പിംഗ് ടെസ്റ്റിൽ വരേണ്ട മിസ്റ്റേക്കുകൾ. ഇനി അടുത്ത വർഷത്തേക്ക് എഴുതാൻ പോകുന്നവർ ഇതൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മുടെ ടയർ 2 മിനിമം സ്കോർ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ക്വാളിഫൈ ആവേണ്ടതായിട്ടുള്ള കമ്പ്യൂട്ടർ ടെസ്റ്റും അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റും നിങ്ങൾ പാസ്സാവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വരേണ്ട കൃത്യമായിട്ടുള്ള പെർസെൻറ്റേജ് എററാണ് പറയുന്നത്, എത്ര എറർ ഉണ്ടാവാം. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ URന് 7% എററേ നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ്, ഇത്രയും വേർഡ്സ് പെർ മിനിറ്റ് അടിക്കുമ്പോൾ ഇത്ര മിസ്റ്റേക്സേ വരാവൂ. 7% മിസ്റ്റേക്സേ UR ജനറൽ കാൻഡിഡേറ്റ്സിന് വരാവൂ. ബാക്കി എല്ലാ പേർക്കും SC, ST, OBC, EWS, എക്സ് സർവീസ് മാൻ, PWD കാൻഡിഡേറ്റ്സിനെല്ലാം 10% മിസ്റ്റേക്ക് വരെ വരാം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. മിനിമം മിസ്റ്റേക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം അത്ര മിസ്റ്റേക്സ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വരുത്താൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നതിൽ നമ്മുടെ കട്ട് ഓഫ് നമുക്ക് നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും ആൾക്കാർ എഴുതിയതിൽ ക്വാളിഫൈ ആയത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് 39,000 പേര് ആൾക്കാർ ക്വാളിഫൈ ആയെങ്കിലും അതിൽ ഇപ്പോൾ ടയർ 2 സെലക്ട് ആയിട്ടുള്ളവർ എത്രയാണ്, 3,421 പേരാണ് സെലക്ട് ആയിട്ടുള്ളതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. 3,421 പേരാണ് ടോട്ടൽ വാക്കൻസി ഉണ്ടായിരുന്നത്. ആ വാക്കൻസിയിൽ എല്ലാ പേരും ഫിൽഡ് ആണ്. ഓക്കെ, നോർമലി വെയിറ്റിംഗ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ 3,421 പേരിലേക്കും കാൻഡിഡേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും കോമ്പറ്റീഷൻ ആയിരുന്നു. അത്ര രീതിക്ക് തന്നെ അവരെന്ത് ചെയ്തു, വാക്കൻസി ഫില്ലപ്പും ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, UR കാൻഡിഡേറ്റ്സിൽ 1,556 പേര് ജോയിൻ ആയിട്ടുണ്ട്. OBCയിൽ നിന്ന് 801 പേരും, EWS കാൻഡിഡേറ്റ്സിൽ നിന്ന് 351, SC കാൻഡിഡേറ്റ്സിൽ 485 പേരും, ST കാൻഡിഡേറ്റ്സിൽ 228 പേരുമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വാക്കൻസി ഫില്ലായിട്ടുണ്ട്. 3,421 വാക്കൻസി ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ കട്ട് ഓഫ് ആണ് ഇത്തവണ എന്ത് ചെയ്തത്, അവർ വിളിച്ചിട്ട്
വന്നത് കേട്ടോ, ഹൈ കട്ട് ഓഫ് ആണ് വന്നത്. നമുക്ക് മനസ്സിലാവേണ്ട കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമുക്കുള്ളത് സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം 180 വെച്ചിട്ട് 360 മാർക്കാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. 360 നമ്മൾ OMR, നമ്മുടെ OMR അല്ല, നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ നമ്മൾ ക്വാളിഫൈ ആവേണ്ടത്. ഫസ്റ്റ് സെക്ഷൻസ് എന്ന് പറയുന്നത് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK. ഈ ഒരു ഇത് 180 വെച്ച് 360-ന് മിനിമം സ്കോർ, മിനിമം കട്ട് ഓഫ് വന്നിട്ടുള്ളത് എത്രയാണ്? UR കാൻഡിഡേറ്റ്സിനാണെങ്കിൽ UR കാൻഡിഡേറ്റ്സിന് മിനിമം കട്ട് ഓഫ് വന്നത് 322 എന്നുള്ള രീതിയിലാണ് വന്നത്. 322 എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പൊ അത്രത്തോളം എന്താണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 90% മാർക്ക് അതിൽ വന്നിട്ടുള്ളതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ അത്രത്തോളം കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും ശ്രദ്ധിച്ചേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ CHSL വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, കൃത്യമായി മനസ്സിലാക്കുക. അത്രത്തോളം വാക്കൻസി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഓരോ കാറ്റഗറി വൈസ് ആണ്. നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് ഉണ്ട്, നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ പ്രിഫറൻസ് വെച്ചത് അതനുസരിച്ചിട്ടാണ്. എന്നാലും സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ ഈ ഒരു രീതി നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പോസ്റ്റുകളാണ്. D53 എന്ന് പറയുന്നത് ഒരു പോസ്റ്റാണ്. L01 എന്ന് പറയുന്നത് ഒരു പോസ്റ്റാണ്. L02 എന്ന് പറയുന്ന വേറെ പോസ്റ്റാണ്. അപ്പോൾ ഇത് ഏതൊക്കെ പോസ്റ്റാണെന്ന് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഇതിന്റെ PDF-ന്റെ ലാസ്റ്റ് തന്നെ ഇതിന്റെ പോസ്റ്റുകൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. ഇത് ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾ. ഇതെല്ലാം ഇത്രയും പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. L45 വരെ ഉള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ക്ഷണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, പോസ്റ്റ് കോഡും ഡിപ്പാർട്ട്മെന്റും അവർ പറഞ്ഞിട്ടുണ്ട്. L01 എന്ന് പറയുന്നത് LDC അല്ലെങ്കിൽ JSC ആയിട്ട് എവിടത്തേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്. L01 എന്ന് പറഞ്ഞ പോസ്റ്റ് എന്തിനാണ്? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിലേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. L05 ആണെങ്കിൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിലേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. L04 ആണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇതിന്റെ PDF നമ്മൾ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിലാണോ കിട്ടിയത് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ ഏതിലാണോ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ആയതെന്നുള്ളൊരു കാര്യം അറിയാം. ഇവിടെ നോക്കുകയാണെങ്കിൽ L20 എന്ന് പറയുന്ന കട്ട് ഓഫ്, L20 ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. L20 ജൂനിയർ പാസ്പോർട്ട് അസിസ്റ്റന്റ്. L20 ജൂനിയർ പാസ്പോർട്ട് അസിസ്റ്റന്റ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് സെൻട്രൽ പാസ്പോർട്ട് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിനാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. L20 പോസ്റ്റിലേക്കാണ് കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ വന്നത്. UR കാൻഡിഡേറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്തിനാണ്? ഈ പറയുന്ന L20 പോസ്റ്റിലാണ്. കട്ട് ഓഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. 360-നാണ് കട്ട് ഓഫ് വരുന്നതെന്നുള്ളൊരു കാര്യം ആലോചിക്കണം. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നത് എന്തിനാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. L20 പാസ്പോർട്ട് അസിസ്റ്റന്റ് ആണ്. L20 വന്നിട്ടുള്ള കട്ട് ഓഫ് ഈ കാണുന്നുണ്ടോ? L20 ഇത്ര വരെയാണ് നമുക്ക് വരുന്നത്. അതിൽ UR കാൻഡിഡേറ്റ്സിന് വിളിച്ചിട്ടുള്ള 115 പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് കണ്ടോ 333 ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് L20 പോസ്റ്റിലേക്കാണ് ഹയസ്റ്റ് കട്ട് ഓഫ്. അതായത് 360-ന് ഏകദേശം 333 മാർക്കാണ് ഏറ്റവും ഫൈനൽ ആയിട്ട് വന്നത്. ഏറ്റവും മാക്സിമം കട്ട് ഓഫ് വന്നത്. കുറവ് 322. ജനറൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യമാണ് പറയണത്. OBC ഒട്ടും പോരായ്മയല്ല. ഇവിടെ ശ്രദ്ധിച്ചറിയാം. OBCക്ക് L20-യുടെ OBC കട്ട് ഓഫ് വന്നത് കണ്ടോ 332. അടുത്തടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. UR കാൻഡിഡേറ്റ്സിൽ 333 ആണെങ്കിൽ അവർക്ക് എത്രയാണ്? 332 ആണ്. അതുപോലെ തന്നെ ഓരോ പോസ്റ്റിലേക്ക് എക്സ് സർവീസ് മാൻ ആയാലും, എക്സ് സർവീസ് മാനൊക്കെ ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും. എക്സ് സർവീസ് മാനും SC STക്കൊക്കെ അത്യാവശ്യം കുറവാണ്. എന്നാലും 290 260 റേഞ്ചിൽ തന്നെ അവർക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 300+ മേടിച്ച ഒരുപാട് പേര് കയറിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം UR കാൻഡിഡേറ്റ്സ്, ജനറൽ കാൻഡിഡേറ്റ്സിൽ വന്നത് 322 ആണ് മിനിമം കട്ട് ഓഫ്. മാക്സിമം കട്ട് ഓഫ് 333 ആണ്. ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഒരു ഇത് പോകുന്നത്. നിങ്ങൾ കണ്ടാൽ അറിയായിരിക്കും. ഏകദേശം 300 എബോവ് തന്നെയാണ് എല്ലാ റേഞ്ചും വരുന്നത്. ആകെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ PWD കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ നമ്മുടെ എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിനുമാണ് 250 എബോവ് സ്കോർ വരുന്നത്. 250 എബോവ് 250+ വരുന്നത്. ഒന്നി നിങ്ങൾ ഏത് കാറ്റഗറി, ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. ഇവിടെ കാണുന്നുണ്ടോ എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് കട്ട് ഓഫ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആൾക്കാരെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും നിങ്ങളിപ്പോൾ പ്രയോറിറ്റി നിങ്ങൾക്ക് 2 പേർ ഇപ്പം സെക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള മാർക്കും തന്നിട്ടുണ്ട്. ഇപ്പം ടോട്ടൽ മാർക്കും ഉണ്ട് കണ്ടോ.
ടോട്ടൽ മാർക്ക് 295 ആണെങ്കിൽ ഓരോ സെക്ഷനിൽ മാർക്ക് ഇൻ സെക്ഷൻ 1 എന്ന് പറയുന്നത് മാത്സ് റീസണിങ്ങും സെക്ഷൻ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് GK ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു മാർക്കിന്റെ അടിസ്ഥാനം അവർ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. കാരണം എപ്പോഴും പ്രിഫറൻസ് ഇപ്പോൾ 2 പേർക്ക് ഒരേ മാർക്ക് കിട്ടുകയാണെങ്കിൽ ഓൾഡർ കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ആദ്യം അവരെന്ത് ചെയ്യുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്. നിങ്ങളുടെ സെക്ഷൻ 1 സെക്ഷൻ 2 മാർക്കൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ പ്രയോറിറ്റി വരുന്നത് ഓൾഡർ ബേസിലാണ്. നിങ്ങളെക്കാളും ഏജ് കൂടിയ ഒരാളാണ് നിങ്ങളുടെ അതേ മാർക്ക് ഉള്ളതെങ്കിൽ അവർക്കായിരിക്കും ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം അവർക്ക് വയസ്സില്ലല്ലോ, ഏജ് ഇല്ലല്ലോ, നിങ്ങൾക്ക് ഇനിയും എക്സാം എഴുതാം എന്നുള്ളൊരു ഘടനയിൽ അങ്ങനെയായിരിക്കും മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ സ്കോർ ലിസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഇനി പഠിക്കുന്നവർ കൃത്യമായി തന്നെ ശ്രദ്ധിച്ചോളുക. നല്ല ടഫ് കോമ്പറ്റീഷനാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം പഠിച്ചിട്ടേ കാര്യമുള്ളൂ. നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻ ചെയ്തിട്ടേ, വളരെ അത്യാവശ്യമാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാനുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തേക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തേക്കുക. എന്തായാലും കയറി ചെക്ക് ചെയ്യുക. നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ പേര് നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ ഒരു ജോലിയാണ്, ഏറ്റവും നല്ല ജോലി തന്നെയാണ് CHSL എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് സെലക്റ്റഡ് ആയെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിലേക്കുള്ള വാക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഈ വാക്കൻസി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D53യിലേക്ക് എക്സ് സർവീസ് മാന് 3 വാക്കൻസി ഉള്ളൂ. ചില L01 OBCക്ക് 1 വാക്കൻസി ഉള്ളൂ. ആ 1 വാക്കൻസി ആയിരിക്കാം ഫില്ല് ആവുന്നത്. അത് നിങ്ങൾ കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക. എല്ലായിടത്തും നല്ല വാക്കൻസി ഇല്ല. L07ൽ UR 44 ആണെങ്കിൽ OBCക്ക് അവിടെ 13, SCക്ക് ആണെങ്കിൽ 9 വാക്കൻസിയേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഓരോ അലോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രമേ നമുക്ക് വാക്കൻസി പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. ഇതിൻ്റെ പോസ്റ്റിൻ്റെ ഓരോ ഏത് സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയെന്നുള്ള ഒരു കാര്യമൊക്കെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഈ PDF നമ്മൾ പിൻ ചെയ്തിരിക്കാം. ഇതിൻ്റെ താഴെ നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടല്ലോ, L22 എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് അതിനനുസരിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. LDC കണ്ടല്ലോ, മിനിസ്ട്രി ഓഫ് ഹെൽത്തിലുണ്ട്, ഹോം അഫേഴ്സിലുണ്ട്, L26 എന്നൊക്കെ പറയണം. മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൽ തന്നെ കിട്ടുന്നുണ്ട്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കിട്ടുന്നുണ്ട്. അപ്പം നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിൽ, വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു ജോബ് പോസ്റ്റിംഗ് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നന്നായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കുക. ഇതിൻ്റെ PDF 2 PDF ഉണ്ട്. ആ 2 PDF നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ടെലഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഷെയർ ചെയ്തേക്കാം. അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നല്ല മാർക്ക് മേടിക്കാനായിട്ട് നോക്കുക. അടുത്ത CHSലെങ്കിലും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഇത്തവണ കിട്ടാത്തവരാണെങ്കിൽ അടുത്തതിന് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.